ഇന്നത്തെ മന്ന ഒരു വെറൈറ്റി മന്നയാണ്. കേരളത്തിലും മറ്റെവിടെയും ധാരാളമായിട്ടുള്ള ഫ്രൂട്ടാണ് സിട്രസ് ഫ്രൂട്ട്. നാരകത്തിൻ്റെ പലതരത്തിലുള്ള നാരങ്ങകൾ ഉണ്ട്. ഇതാണെങ്കിൽ സീഡ്ലെസ് ലൈമാണ്. ഭയങ്കര വലിയൊരു നാരങ്ങയാണ്. ഈ ഒരു നാരങ്ങ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് വളരെ ടയേർഡായിട്ടും ക്ഷീണിച്ച് തളർന്നു കയറി വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ലൈം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം മുഴുവനും മാറും. അപ്പോൾ ഒരു നല്ലൊരു സോഫ്റ്റ് ഡ്രിങ്കാണിത്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് വാട്ടറിലോ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് വേണമെങ്കിലും കുടിക്കാനുള്ള നല്ലൊരു ജ്യൂസാണ് ഫ്രഷ് ലൈം. പിന്നെ അതുകൂടാതെ ഇത് നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റാണ്. അത് നമ്മുടെ ശരീരത്തെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനും വീട്ടുപകരണങ്ങളും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് നല്ലൊരു ഫ്രൂട്ടാണ് ഈ നാരങ്ങ. പലതരത്തിലുള്ള നാരങ്ങ. ഓറഞ്ച് ആണെങ്കിൽ അതിൻ്റെ തൊലി പൊളിച്ച് നമ്മൾ ഉപയോഗമില്ലാതെ കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് പൊളിച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അത് ചേർത്ത് തറ തുടയ്ക്കാനുള്ള വെള്ളത്തിലിടുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ജീവികൾ, ഉറുമ്പ്, ഈച്ച, അതുപോലെ തന്നെ ഈ ചെറിയ ഈച്ച ഉണ്ടല്ലോ, പൂവീച്ച, അത് ഒന്നും വരില്ല. ഇതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെ മണം അവർക്ക് ഒട്ടും അസഹനീയമാണ്. അതുകൊണ്ട് അങ്ങനത്തെ എല്ലാ കൃമികീടങ്ങളെ ഓടിക്കാനായിട്ട് നമ്മൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇതിൻ്റെ അടിച്ച വെള്ളം കുറച്ച്, തൊലി അടിച്ച് ജ്യൂസ് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ മൗത്ത് വാഷ്, ഇതൊരു നല്ല മൗത്ത് വാഷാണ്. ചെറു ചൂടുവെള്ളത്തിലേക്ക് സ്വല്പം ലൈം ജ്യൂസും സ്വല്പം ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ട് നമ്മൾ വായിലൊന്ന് ഗാർഗിൾ ചെയ്താൽ, കവുക്കൊണ്ടാൽ വായിലുള്ള വായനാറ്റം മുഴുവനും പോകും. അതുപോലെ ചെറിയ ചെറിയ ഇൻഫെക്ഷനുണ്ടെങ്കിലും അത് മാറിക്കിട്ടും. അതുപോലെ ഒരുപാട് ഉപകാരിയാണിത്. പിന്നീട് ലൈം ജ്യൂസ് വെള്ളത്തിലൊഴിച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്തേക്ക് ലൈം ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്ക് വൃത്തിയാകാൻ ബുദ്ധിമുട്ടുള്ള പല സാധനങ്ങളുണ്ട്. ചീപ്പ്, നമ്മൾ തല ചെയ്യുന്ന ചീപ്പ്, അതുപോലെ ചെളി പിടിച്ചിരിക്കുന്ന ഏത് സാധനവും ആ വെള്ളത്തിലേക്കിട്ട് സ്വല്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് അനക്കിയാൽ ആ ചീപ്പിലുള്ള സകല അഴുക്കും വിട്ടുപോകും. നല്ല ചീപ്പ് നല്ല ക്ലീനായിട്ട് മാറ്റിക്കിട്ടും. അതുപോലെ ഇതിൻ്റെ തൊലി ഒരു കപ്പ് പോലെ ചെത്തിയെടുത്തിട്ട് അകത്തെ എല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കപ്പ് പോലെ ചെത്തിയെടുത്ത് അതിനകത്ത് എന്തെങ്കിലും ചില്ലറ സാധനങ്ങളിട്ട് കുന്തിരിക്കുകയോ എന്തെങ്കിലും ഇട്ട് പുകയ്ക്കുകയാണെങ്കിൽ കൊതുക് സ്ഥലം വിട്ട് ഓടിപ്പോവും. അങ്ങനെ ഒരുപാട് ഉപകാരിയാണ് ഈ ലൈം. അതിൻ്റെ തൊലി പോലും ഉപകാരമുള്ളതാണ്. അതുപോലെ ഈ ലൈമ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മുട്ട പുഴുങ്ങുമ്പോൾ അതിനകത്തിട്ടാലുണ്ടല്ലോ, മുട്ട പൊട്ടി പൊളിഞ്ഞു പോവുകയില്ല. അതുപോലെ മുട്ടത്തോട് പൊളിക്കാനായിട്ട് നല്ല ഉപകാരമാണ്. അത് വേറൊരു ഉപകാരമാണ് അങ്ങനെ മുട്ട പുഴുങ്ങാനായിട്ട് ഇടുമ്പോൾ. പിന്നീട് ഈ ലൈമുണ്ടല്ലോ, ഈ ലൈമ് നമ്മൾ ഇതിൻ്റെ തൊലി ചെത്തി ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ ഇതുപോലെ നമുക്ക് ക്ലീനിങ് ലിക്വിഡ് ഉണ്ടല്ലോ, ലോഷന് ഒക്കെ അതിനകത്ത് ചേർത്താൽ നമ്മുടെ തറയൊക്കെ തുടയ്ക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഈ ലൈമിൻ്റെ ഒരു മണമായിരിക്കും. ആ മണം തന്നെ ആ മുറിയിലൊരു നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും നമുക്ക്. അതായത് നമുക്ക് ഈ മുറിക്കകത്ത് എയർ ഫ്രഷ്നറൊന്നും അഴിക്കണ്ട. ഇത് വെച്ച് തറ കഴുകുവാണെങ്കിൽ, തറ തുടയ്ക്കുവാണെങ്കിൽ എയർ തന്നെ നല്ല ഫ്രഷായിരിക്കും. എപ്പോഴും ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഈ നാരങ്ങ ഒരുപാട് ഉപകാരമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും കഴിയുമെങ്കിൽ ഒരു ചെറിയ നാരകം നട്ട് വീട്ടിൽ വളർത്തുന്ന ആളാണ്. ഇതെനിക്ക് എൻ്റെ വീട്ടിലുണ്ടായതാണ് ഈ സീഡ്ലെസ് ലൈം. ഈ ഒരെണ്ണം മതി, എന്ത് വലുപ്പമാണെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഈ നാരങ്ങയുടെയൊക്കെ ഉപകാരം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരവും മനസ്സും വീടും നന്നായിട്ട് സൂക്ഷിക്കാനും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടാനും ഈ നാരങ്ങ ഒത്തിരി ഉപകരിക്കും.